ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ ഷൂട്ട് ഡേ. ഇന്നെൻ്റെ ഫേവറേറ്റ് ഷൂട്ടാണ് കേട്ടോ. ബിക്കോസ് ഇന്ന് ബ്രൈഡൽ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതും ഹിന്ദു ബ്രൈഡ്. സത്യം പറയുകയാണെങ്കിൽ ജ്വല്ലറീസ് ഒക്കെ ലാസ്റ്റ് മിനിറ്റ്സ് ഓടി നടന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഹറിബറി ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേഘ മോൾ. ഭയങ്കര നാണക്കാരി കേട്ടോ. എൻ്റെ ആദ്യത്തെ അളിഞ്ഞ ലുക്കിൽ നിന്ന് ഈ സുന്ദര രൂപത്തിലേക്ക് എന്നെ എത്തിച്ച മജീഷ്യനാണ് ഗൈസ് ഇത്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഫോട്ടോഷൂട്ട് 2 ഡേ ആയിട്ടാണ് കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഗൈസ്. കാരണം ബ്രൈഡൽ ലുക്കിലെല്ലാം ഒരുങ്ങി വന്നതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു. അന്നത്തെ ദിവസം ഷൂട്ട് നടന്നിട്ടേയില്ല. എന്തായാലും ആ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഓവർകം ചെയ്തിട്ട് സെക്കൻഡ് ഡേയിൽ പൂർവാധികം ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലുക്കാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലെ അതായിരുന്നു അടിപൊളി, പക്ഷെ ഇന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതാണ് കേട്ടോ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യും, നേരത്തെ ലുക്കാണോ അതോ ഇപ്പോഴത്തെ ലുക്കാണോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടമായതെന്നെ. പിന്നെ ഞങ്ങൾ നേരെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷനിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഹരിപ്പാട് തന്നെയുള്ള ഒരു ബ്യൂട്ടിഫുൾ വീടാണ് കേട്ടോ അത്. പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത്. അതിന്റെ ഗാർഡൻ ഏരിയ ആയാലും ലാൻഡ്സ്കേപ്പിംഗ് ആയാലും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ. അതിന്റെ എക്സ്റ്റീരിയർ വർക്കൊക്കെ ഇവർ ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയറിന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒബ്വിയസ്ലി അത് സൂപ്പർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഗൈസ്, നമ്മൾ വന്ന വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു. നമ്മൾ എന്തിനാ വന്നത്? ഫോട്ടോഷൂട്ടിന്. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കാം. പണിയറിയാവുന്ന 2 ആൾക്കാരുടെ കൂടെ ആയതുകൊണ്ട് ഞാൻ അധികം വിഷമിക്കേണ്ടി വന്നില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ വെടിച്ചില്ല നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ വീടാണ്, പണി നടക്കുകയാണ്, എല്ലാം നമ്മൾ മാനിക്കണം. അങ്ങനെ അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞിറങ്ങിയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ കുറച്ച് തണലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വെയിൽ അങ്ങോട്ട് മൂത്ത് വന്നപ്പോൾ നല്ല അടിപൊളി സുഖമായിരുന്നു കേട്ടോ. ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷേക്സ് ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ ഷൂട്ടൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ചെന്നിട്ട് അവിടെ ഉള്ള ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം ഗൈസ്. Come on. ആരും പേടിക്കണ്ട, ഒരു ചെറിയ റിയാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. അമ്മ ഓവറാക്കി ചളവാക്കി എന്റെ കൈ തന്നിട്ടുണ്ട്. അളിഞ്ഞ റിയാക്ഷൻ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.